വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞ്. ഏകദേശം 6 മണിയോട് ആകുമ്പോഴത്തേക്ക് ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ജൂനിയർ ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വരുന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യനും വന്നിട്ടുണ്ട്, അതേപോലെ വയർമാനും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതാണ് 641 തൊട്ട് 674 വരെ, ഏകദേശം 33ഓളം തസ്തികൾക്ക് എന്ത് ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഡിപ്ലോമക്കാർക്ക് യോഗ്യതയുണ്ടോ, അതിൽ ബിടെക്കാർക്ക് യോഗ്യതയുണ്ടോ, എംടെക്കാർക്ക് യോഗ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വേരിയസ് ട്രേഡ്സ്. 37,400 തൊട്ട് 70 വരുന്നത് അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ് കേട്ടോ. ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് വെച്ചാൽ അത്യാവശ്യം എന്താ 37,400 നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പറിലേക്ക് നമുക്ക് പോകാം. കുറെ ട്രേഡുകളിലേക്ക് ഉണ്ട്. അപ്പൊ ഇലക്ട്രിക്കലിന് പറ്റിയ 2 ട്രേഡാണുള്ളത്. ഒന്ന് ഇലക്ട്രീഷ്യനും ഒന്ന് വയർമാൻ. 672/2023, 673/2023. നിങ്ങളുടെ പ്രൊഫൈൽ നാളെ തൊട്ട് എന്ത് അവൈലബിൾ ആവുന്നുണ്ടാവും. ഓക്കെ, നാളെ തൊട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആവുന്നുണ്ടാവും. 30-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനുവരി 30-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇലക്ട്രീഷ്യനിൽ ആകെ 5 വേക്കൻസിയും അതേപോലെ ഫയർമാൻ ആകെ 8 വേക്കൻസിയാണ് ഇപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ കേസിൽ ഏകദേശം 24 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് 90 അഡ്വൈസ് ആണ് പോയേക്കുന്നത് അല്ലെ. അപ്പോ ഇലക്ട്രീഷ്യൻ ഇനി എന്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് എന്ത് അത്യാവശ്യം അഡ്വൈസും കാര്യങ്ങളൊക്കെ നല്ലോണം പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നില്ലാലും നമുക്ക് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് വെച്ചാൽ 19 തൊട്ട് 44 വരെയാണ്. അതേപോലെ ഒബിസിക്ക് 3 വർഷം, എസ് എസ് ടിക്ക് എന്ത് ചെയ്യാം 4 വർഷം, 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. Okay. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് NTC സർട്ടിഫിക്കറ്റ്, NAC, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അതായത് NTC അല്ലെങ്കിൽ NAC ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്നില്ലാരും നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 31 കേട്ടോ. 31-ാം തീയതി രാത്രി എന്ത് ചെയ്യാം, 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പെടുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നാളത്തോടുകൂടി എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതിന്റെ കാര്യങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ നാളെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അധികം ഡിലേ ആയി കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് ആവും. അപ്പൊ ഇതിന്റെ ഇക്വൽ ക്വാളിഫിക്കേഷൻ നോക്ക്. ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ, NTC വയർമാൻ, ITC, NAC, NTC ഇലക്ട്രീഷ്യൻ, അതുപോലെ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ബിടെക്, എംടെക്. നിങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്താ, ഇനി വീണ്ടും ഇതിന്റെ താഴെ കമന്റ് ഒന്ന് ചോദിക്കേണ്ട, അതായത് ബിടെക് ഉള്ളവർക്ക്. കാരണം വെച്ചാല് നിങ്ങൾ പറയുന്നുണ്ടാവും, ഇപ്പം KSEBയുടെ മിരറുടെ തസ്തികയിലേക്കുള്ള കേസ് ഇതിൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ആ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതിൽ വീണ്ടും ഇനി ഒരു എന്താ പറയണ്ടേ, ഒരു വേറൊരു രീതിയിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി വല്ല PSC ആണ് തീരുമാനിക്കേണ്ടത്. ഇതിലെത്തി കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് ഡിപ്ലോമക്കാർക്ക് ക്വാളിഫിക്കേഷൻ തന്നെ ഉണ്ട് അല്ലെ. അതുപോലെ MTക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ കേസിലാണെങ്കിലോ അതും നിങ്ങൾക്ക് എന്ത് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. NTC ഇലക്ട്രീഷ്യൻ, ITC ഇലക്ട്രീഷ്യൻ, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, എംടെക് പവർ സിസ്റ്റംസ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എന്ത് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വേറൊരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ട്. ഇതിലേക്ക് കൂടി നമുക്ക് പോവാം. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അതെ, കാറ്റഗറി നമ്പർ 630/2023, ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ്. അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ് കേട്ടോ. അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് വെച്ചാൽ 56,500 തൊട്ട് 1,18,100 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 3 വേക്കൻസിയാണ്. ഓക്കെ, അപ്പോ നമ്മൾക്ക് നേരെ പറഞ്ഞ പോലെ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്ത എന്ത് ചെയ്യാം, അത് പോയി കാണാം. അപ്പൊ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. 18 തൊട്ട് 36 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ.
നിങ്ങൾക്ക് എന്താ ബിടെക് ഏത് ബ്രാഞ്ചിലായാലും മതി, നിങ്ങൾക്ക് എന്താ അപ്ലൈ ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് എന്താ അപ്ലൈ ആവാൻ വേണ്ടി പറ്റും. കാറ്റഗറി നമ്പർ പറഞ്ഞാൽ 630/2023 ഓക്കെ. ഇതും എന്താ നിങ്ങൾക്ക് 31 ജനുവരി 31 വരെ നിങ്ങൾക്ക് എന്താ അപ്ലൈ ആവാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.